ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഒ.പി. അഷ്റഫ് സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ ചർച്ചകൾ, പ്രത്യേകിച്ച് മാധ്യമ ചർച്ചകൾ ഏതാണ്ട് എല്ലാ മേഖലകളിലും, എല്ലാ സംഘടനകളായാലും സംഘടനയ്ക്ക് പുറത്തുള്ള ആളുകളായാലും എവിടെയൊക്കെ നമ്മുടെ സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മാധ്യമങ്ങളെക്കുറിച്ചുള്ള ആധിയും ആശങ്കയും അതേക്കുറിച്ചുള്ള ചർച്ചകളും അധികരിക്കുക എന്ന് തന്നെ പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കയും ആധിയും ആകുലതകളും അധികരിക്കുമ്പോഴാണ്. സാധാരണ ഒരു പ്രയോഗമുണ്ട്, ക്യാനറി ഇൻ ദ കോൾ മൈൻ, നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആ പ്രയോഗം വരുന്നത് ഒരു ആസന്നമായ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫ്രേസാണ്. ആ പ്രയോഗം വരുന്നത് പണ്ട് ഖനികളിൽ വിഷവാതകമുണ്ടോ എന്നറിയാൻ വേണ്ടി കാനറി പക്ഷികളെ അയച്ചിരുന്നു. മാനുവലായി കാര്യങ്ങൾ ചെയ്യുന്ന കാലത്ത് ഖനികളിലേക്ക് ആളുകൾ ഇറങ്ങുന്നതിന് മുമ്പ് കാനറി പക്ഷികളെ അയക്കും. ആ കാനറി പക്ഷികൾ തിരിച്ചു വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ചിറക് കുഴഞ്ഞു പോയെങ്കിൽ, അത് പിടഞ്ഞു വീണെങ്കിൽ അതിനർത്ഥം എന്തോ ഒരു അപകട വിഷവാതകം അതിനുള്ളിലുണ്ട്, അങ്ങോട്ട് പോകരുതെന്നുള്ളതാണ്. ആ ഒരു തലത്തിൽ നിന്നാണ് ആ ഒരു പ്രയോഗം വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മാധ്യമങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാകുമ്പോൾ, മാധ്യമങ്ങളുടെ ചിറക് കുഴയുമ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ശ്വാസം കിട്ടാതെ വലയുമ്പോൾ, അത് പിടഞ്ഞു വീഴുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അത് മാധ്യമങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ ജനാധിപത്യത്തിന് എന്തോ ഒരു അപകടം സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. സ്വാഭാവികമായി നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അത് അപകടാവസ്ഥയിലാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ നാം സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാകുമ്പോൾ നമ്മുടെ ആലോചനകൾ നമ്മുടെ അവകാശ ബോധങ്ങളിലേക്ക് വരികയും ആ അവകാശങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാധ്യമങ്ങൾ അതിൻ്റെ നാവരിയുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചനയും വരും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിൽ നിന്നുള്ളൊരു ആധിയിൽ നിന്ന് കൂടിയാണ് നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങൾ പൊതുവിലും സവിശേഷമായി സോഷ്യൽ മീഡിയയും ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, സജീവ ചർച്ചയ്ക്ക് വിധേയമാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇതാണ് എന്നാണ് ഞാൻ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ് മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചന എത്രത്തോളം ശക്തമാകാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിലും സമൂഹത്തിലും മാത്രമേ നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് ഇത്ര ആകുലപ്പെടേണ്ട കാര്യമുള്ളൂ. ജനാധിപത്യമില്ലാത്ത ഒരു ഓട്ടോക്രാറ്റിക് സൊസൈറ്റിയിലോ ഒരു മൊണാർക്കിയിലോ നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ട കാര്യമല്ല. അതിൻ്റെ കാരണം മാധ്യമങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ പൂർണ്ണമായും ഭരണകൂട നിയന്ത്രണത്തിലാകുന്ന ഒരു സംവിധാനത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് നമ്മളെപ്പോലുള്ള പൗരസമൂഹം ആശങ്കപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ ക്രമത്തെ നിർണ്ണയിക്കുന്നതും അവിടുത്തെ ഏത് ഭരണ സംവിധാനം വേണമെന്ന് നിശ്ചയിക്കുന്നതിലും അജണ്ട സെറ്റ് ചെയ്യുന്നതിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതിലും അതിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിലും മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സ്വാഭാവികമായും മാധ്യമങ്ങൾ ജനാധിപത്യത്തിൽ അതുകൊണ്ട് തന്നെ വലിയ സ്ഥാനവും അർഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ 4-ാം തൂൺ എന്നുള്ള പ്രയോഗമൊക്കെ വരുന്നത്. ആക്ച്വലി ഈ ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും മാത്രമേ ഉള്ളൂ. 4-മതൊരു തൂണെന്നുള്ള പ്രയോഗം, ഒരു വിശേഷണം മാധ്യമങ്ങൾക്ക് വരുന്നത് ഈ 3 സംവിധാനവും, ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും ജുഡീഷ്യറിയും
ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ജുഡീഷ്യറിയും അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭയും അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം, ഇത് മൂന്നും ഇൻഡിപെൻഡൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഒരു സ്വതന്ത്ര ഭരണകൂടം നിലനിൽക്കുന്നത്, ഒരു ജനാധിപത്യ ഭരണകൂടം നിലനിൽക്കുന്നത്. ഇത് മൂന്നായിട്ട് തന്നെ വർക്ക് ചെയ്യണം. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ അതിന് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് മൂന്നും പ്രോപ്പറായിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമായി മാധ്യമങ്ങളെ നമുക്ക് കാണാൻ പറ്റും. സർക്കാരിൻ്റെ വീഴ്ചകളെ തുറന്നു കാണിക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കുക, സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇതിനുള്ളൊരു മീഡിയമായിട്ടാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ആരോഗ്യപരമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് മാധ്യമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അത് കേവലം ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുടെയോ വിഭാഗീയ അജണ്ടകളുടെയോ നടത്തിപ്പുകാരല്ല ആക്ച്വലി മാധ്യമങ്ങൾ ഒരു സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രതിഫലിപ്പിക്കുക, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ഭരണകൂടത്തിലേക്ക് കൊണ്ടുവരിക, ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങൾ സമൂഹത്തെ അറിയിക്കുക, ജനങ്ങളെ അറിയിക്കുക. അങ്ങനെ ഒരു ഈ ഭരണത്തിനും ഭരണീയർക്കും ഇടയിലുള്ള, അല്ലെങ്കിൽ ഭരണകൂടത്തിനും ഭരണീയർക്കും ഇടയിലുള്ള ഒരു ലിങ്ക്, ഒരു പാലമായി മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരിക്കലും ഭരണപക്ഷ നിലപാടുകൾ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ മെഗഫോണായി മാറാൻ പാടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. മാധ്യമങ്ങൾക്കൊരു പ്രതിപക്ഷ സ്വഭാവം ഉണ്ടാവും. ആ പ്രതിപക്ഷ സ്വഭാവം നിലനിർത്തുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തൊരു ഘട്ടം വരുമ്പോൾ അത് ഒരു പ്രൊപ്പഗണ്ട മെഷീനറിയായി അല്ലെങ്കിൽ ഒരു PR ഏജൻസിയായി മാധ്യമങ്ങൾ സ്വയമേവ മാറും. ഇതൊരു മാധ്യമങ്ങളുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു പൊതുചിത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് ഇപ്പം സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ്, നവമാധ്യമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വിഷയവും അതാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കുന്ന ലോകത്തിന് പുറത്ത് ഒരു പാരലൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സമാന്തര ലോകം, ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമാന്തര ലോകം. അവിടെ നമ്മുടെ ഭാഷയോ നമ്മുടെ രീതിയോ നമ്മുടെ രാഷ്ട്രീയമോ ഒന്നുമല്ല വിഷയം. നിങ്ങൾക്കറിയാം, നമ്മൾ ആ ലോകത്തെക്കുറിച്ച് നമ്മൾ അജ്ഞരാണ് സത്യത്തിൽ. അവിടെയുള്ള കഥാപാത്രങ്ങൾ, അവിടെയുള്ള നായകർ, അവിടെയുള്ള വില്ലന്മാരൊന്നും നമ്മുടെ റിയൽ ലൈഫിലുള്ള നായകരോ വില്ലന്മാരോ കഥാപാത്രങ്ങളോ അല്ല. അവരായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അവിടെ നടക്കുന്ന ചർച്ചകൾ നമ്മുടെ പൊതുജീവിതത്തിൽ, നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ചർച്ചകളോ സാമൂഹ്യ വിഷയങ്ങളോ അല്ല. അവിടെ ആഘോഷിക്കപ്പെടുന്നതും അവിടെ തമസ്കരിക്കപ്പെടുന്നതും നമ്മുടെ സൊസൈറ്റിയിൽ നാം കാണുന്ന ഈ റിയൽ വേൾഡ്, ഞാൻ റിയൽ വേൾഡ് എന്നും റിയൽ വേൾഡ് എന്നും വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. റിയൽ വേൾഡിലുള്ളതല്ല ആക്ച്വലി റിയൽ വേൾഡിൽ നടക്കുന്നത്. റിയൽ വേൾഡിൻ്റെ റെപ്രസെൻറ്റേഷനുമല്ല എവിടെ ഉണ്ടാവുന്നത്, ഈ റിയൽ വേൾഡിൽ ഉണ്ടാവുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കും. ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് ഒരു കോളേജ് അധ്യാപകനായി മാറിയപ്പോൾ ഞാൻ ആദ്യം ശ്രമിച്ചത് ഈ വിദ്യാർത്ഥികളെ ലെവലിലേക്ക് വരിക എന്നുള്ളതാണ്. കാര്യം എനിക്ക് മനസ്സിലായി, അവരുടെ ഭാഷയിൽ ഞാനൊരു അത് തന്നെ അതിൻ്റെ തന്ത വൈബാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ തന്ത വൈബ് അത് അവരുടെ നമ്മളെ പോലെയുള്ള ആളുകളെ വിശേഷിപ്പിക്കുന്ന, അതായത് റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ പാരലൽ വേൾഡിനെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകളെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് തന്ത വൈബ് എന്നുള്ളെങ്കിൽ. അല്ലെങ്കിൽ കേശവമ്പാവന്മാർ എന്ന് വേറെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ നിരന്തരം ഫോളോ ചെയ്യുകയും അതിൽ ആക്റ്റീവായി ആളുകളുടെ അക്കൗണ്ടിലേക്കൊക്കെ പോവുകയും നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ തൊപ്പി എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് സത്യത്തിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല. കോട്ടക്കൽ വന്ന് വലിയ പ്രശ്നമുണ്ടായി, ഉദ്ഘാടനം നടത്തി, കേസായി, പുകിലായി, വിവാദമായപ്പോഴാണ് തൊപ്പി എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹത്തിന് ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെയുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ, ഹൈസ്കൂൾ UP സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ കൂട്ടം ആരാധകരുണ്ടായെന്നും അദ്ദേഹം കോട്ടക്കൽ വരുന്നുണ്ടെന്നറിഞ്ഞ് റോഡ് ബ്ലോക്ക് ആവുന്ന തരത്തിൽ കുട്ടികൾ നാനാഭാഗത്തു നിന്നും വന്നു എന്നൊക്കെ അറിയുന്നത് ആ സംഭവത്തിന് ശേഷം മാത്രമാണ്. അതാരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമാണ്. കാര്യം ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തല്ലാത്ത ഒരു പാരലൽ വേൾഡിലാണ് എൻ്റെ മക്കളും എൻ്റെ അനുജന്മാരും ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഞാൻ കരുതി ഇവിടെ SKSSF-ഉം SSF-ഉം സർഗലയവും MSM-ഉം ഒക്കെ ആയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ലീഗും കോൺഗ്രസും CPM-ഉം ഒക്കെ ആയിട്ട് സാമൂഹ്യ വിഷയങ്ങളായ നിരന്തരം സംവദിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അതല്ല, അതിനപ്പുറത്തേക്ക് ഒരു സമാന്തര ലോകമുണ്ടെന്നും ആ ലോകത്ത് ചില രാഷ്ട്രീയ കാര്യങ്ങളും
ചില സാമൂഹ്യ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെന്നും അവിടെയുള്ള നായകരും വില്ലന്മാരും ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും ഇതല്ല എന്നും അവരുപയോഗിക്കുന്ന ഭാഷ പോലും നമ്മുടേതല്ല എന്നും എനിക്ക് മനസ്സിലായത് അന്നാണ്. അതിനുശേഷം നമ്മൾ ഈ കൂടുതൽ ആ മേഖലയിലേക്ക് പോകുമ്പോഴാണ് അറിയുന്നത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പോലും അല്ലല്ലോ അവിടെയുള്ള ആളുകൾ, അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. പക്ഷേ അവർ നമ്മുടെ സൊസൈറ്റിയിലെ ഏതാണ്ട് എല്ലാ മേഖലയിലേക്കും വലിയ തോതിലുള്ള ഇൻറോഡ് നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ കടന്നു കയറിയിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ അജണ്ടകളെ സ്വാധീനിക്കാൻ പാകത്തിൽ, നമ്മുടെ സാമൂഹ്യ വിഷയങ്ങളെ സ്വാധീനിക്കാൻ പാകത്തിൽ അജണ്ട നിശ്ചയിക്കാനുള്ള ഒരു ശേഷി ഈ നവമാധ്യമ ലോകത്തെ പുതിയ ആളുകൾ നേടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നിഷേധിച്ചാലും ഇല്ലാതാവാത്ത ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യം നമ്മളപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ലോകത്ത് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ സോഷ്യൽ മീഡിയയുടെ വരവ് എനിക്ക് തോന്നുന്നു ഒരു 2000 ആണ്ടിൻ്റെ തുടക്കത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയ നമ്മുടെ ഇടയിലൊക്കെ വ്യാപകമായി വരുന്നത്. ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെയുള്ള പരമ്പരാഗത മാധ്യമങ്ങൾ, ടെലിവിഷൻ ആവട്ടെ പത്രമാവട്ടെ, അതിനൊക്കെ ചില കുത്തക സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ചില അജണ്ടകൾ, താല്പര്യങ്ങളുണ്ട്. അത്തരം താല്പര്യങ്ങളോ അജണ്ടകളോ ഒന്നുമില്ലാത്ത ഒരു മേഖലയാണ് നവമാധ്യമങ്ങൾ. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരിഷ്കരണത്തിന്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പുരോഗതിക്കൊക്കെ തന്നെ വലിയ സംഭാവനകൾ നൽകും. കാരണം അജണ്ട വിമുക്തമായ ഒരു മാധ്യമ ലോകം ഇതാ തുറക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനെ ഏതാണ്ട് സാധൂകരിക്കുന്ന ചില രാഷ്ട്രീയ ചലനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നു. അറബ് നോർത്ത് ആഫ്രിക്കൻ മേഖലയിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ തന്നെ അല്ലേ, ഇപ്പോൾ ലിബിയയിലും സിറിയയിലും ഈജിപ്തിലും ടുണീഷ്യയിലൊക്കെ ഉണ്ടായ അധികാരമാറ്റം വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം അതത് രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്ന ഭരണാധികാരികൾ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് എറിയാൻ ഈ നവമാധ്യമങ്ങളുടെ രാഷ്ട്രീയ ജാഗരണം മൂലം സാധിച്ചു. ആ രീതിയിൽ ഇതാ നവമാധ്യമങ്ങളാണ് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് അല്ലേ. ഇതുവരെ ഭരണകൂട വിധേയരായിരുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങളുള്ള, അധികാര താല്പര്യങ്ങളുള്ള മാധ്യമങ്ങളായിരുന്നു. ഇതാ അധികാര താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ മൂലധന താല്പര്യമില്ലാത്ത, മൂലധനത്താൽ സ്വാധീനിക്കപ്പെടാത്ത ഒരു കൂട്ടം മാധ്യമങ്ങൾ വരുന്നു. അവിടെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നു. കാരണം നിങ്ങളും ഞാനും എല്ലാവരും, ഒരു മൊബൈൽ ഫോണുള്ള എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തനം എന്ന മേഖല ഇതാ വിശാലമാകാൻ പോകുന്നു. ടെലിവിഷൻ്റെ കാലം അവസാനിക്കുന്നു, പത്രങ്ങൾ ഇതാ പൂട്ടാൻ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. പക്ഷേ പയ്യെ നമ്മൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഈ 5ാം തൂണ് എന്ന് അവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയ വളരെ റിഗ്രസീവായിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും പോസിറ്റീവ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഗുണത്തേക്കാൾ ഏറെ വലിയ ദോഷം നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ പൊളിറ്റിക്കൽ സൊസൈറ്റിക്ക്, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്, അല്ലെങ്കിൽ രാഷ്ട്ര സംവിധാനത്തിന് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. 2004 2009 രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അവസാന കാലം 2014 അല്ലേ, 2009 മുതൽ 2014 വരെയുള്ള ആ കാലഘട്ടം, ആ 2013, 12, 13, 14 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇന്ത്യയിൽ നവമാധ്യമങ്ങൾ വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഈ സോഷ്യൽ മീഡിയയെ പ്രധാനപ്പെട്ട പ്രചാരണോപാധിയായി മാറ്റുന്നൊരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അത് ഇന്ത്യയിൽ എല്ലാ കാലത്തും, ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ എല്ലാ രാജ്യങ്ങളിലും നവമാധ്യമങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ചൂഷണം ചെയ്ത ആളുകൾ, അത് ഉപയോഗപ്പെടുത്തിയ ആളുകൾ ഈ നവഫാസിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഈ ന്യൂ റൈറ്റ്സ് എന്ന് പറയുന്ന വലത് വിഭാഗങ്ങളാണ് എല്ലാ രാജ്യത്തും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിലേക്ക് മടങ്ങി വരാം. 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ അന്ന് മാധ്യമ മേഖലയിലുള്ള സമയത്താണ്, ന്യൂസ് ഡെസ്കിൽ ഇരിക്കുന്ന സമയത്താണ്. എല്ലാ മാധ്യമങ്ങളും, അമേരിക്കയിലെയും അമേരിക്കയ്ക്ക് പുറത്തുമുള്ള എല്ലാ മാധ്യമങ്ങളും പറഞ്ഞ കാര്യം, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഹിലരി ക്ലിൻ്റൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആവും എന്നുള്ള. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി വളരെ നേരത്തെ ഹിലാരി ക്ലിൻ്റനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അവർ ക്യാമ്പയിൻ തുടങ്ങി. അപ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് പറയുകയാണ്, ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ. ആര്? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അതുവരെ അദ്ദേഹത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല. ഏറ്റവും ലളിതമായ സമീകരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ബോബി ചെമ്മണ്ണൂർ വന്ന് പറയുന്നു, ഞാനാണ് ഇനി ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുമോ അങ്ങനെ തന്നെ അമേരിക്കക്കാർക്കും ലോകത്തുള്ള മറ്റ് അമേരിക്കൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്കും തോന്നി, ഇതെന്ത് കഥ, അതുവരെ രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത ഒരു വിടുവായനായ, വളരെ മോശം ട്രാക്ക് റെക്കോർഡുള്ള, അല്ലെങ്കിൽ ഒട്ടും പ്രതിച്ഛായയില്ലാത്ത ഒരാൾ ഇതാ വന്ന് പറയുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നു. എല്ലാവരും വിധി എഴുതി, ഒരു സംശയവും വേണ്ട, ഹിലരി ക്ലിൻ്റൺ എന്ന
വളരെ പരിണിതപ്രജ്ഞയായ, അതിനു മുമ്പ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണിയപ്പം കാര്യങ്ങൾ ആകെ മറഞ്ഞു. ആര് പ്രസിഡന്റായി? ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി. നവമാധ്യമങ്ങൾ ഏറ്റവും ഗംഭീരമായി ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിയ ആളാണ് ഡൊണാൾഡ് ട്രംപ്. നവമാധ്യമങ്ങളുടെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ, അതായത് അമേരിക്കൻ സൊസൈറ്റിയുടെ റിയൽ വേൾഡിൽ നടക്കുന്ന രാഷ്ട്രീയത്തെ മാത്രം നോക്കി നമ്മൾ വിധി എഴുതിയപ്പോൾ ആ പാരലൽ വേൾഡിൽ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് കാര്യം. അങ്ങനെ ഒരു മാറ്റം വരുന്നു. അമേരിക്കയിൽ മാറ്റം വരുന്നു, റഷ്യയിൽ സമാനമായ അവസ്ഥയുണ്ടാവുന്നു, തുർക്കിയിൽ ഉണ്ടാവുന്നു, ഈവൻ ഇന്ത്യയിൽ. ഞാനതാ പറഞ്ഞു വന്നത് 2013-14 കാലഘട്ടത്തിൽ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ എന്താ പറയുക ക്യാമ്പയിൻ ആരംഭിക്കുന്നു. 2G സ്കാം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, അല്ലേ, ഡൽഹിയിൽ നിർഭയ സംഭവത്തെ തുടർന്ന് നടന്ന ജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്ന് അന്നാ ഹസാരയുടെ നിരാഹാര സമരം, അല്ലേ, ആ കക്ഷിയുടെ പേര് കേൾക്കുന്നുണ്ടോ ഇപ്പോൾ നമ്മൾ രാജ്യത്ത്? അതിനുശേഷം എന്തുമാത്രം വലിയ പുകിലുകളുണ്ടായി. അന്നാ ഹസാരെ എന്ന പേര് പോലും കേൾക്കുന്നില്ല. അതൊക്കെ ആ സമയത്തുണ്ടാക്കിയ ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി, അന്ന് CAG ആയിരുന്ന വിനോദ് റായ് തന്നെ പിന്നീട് ഈ കൽക്കരി സ്പെക്ട്രം അഴിമതി ആയിട്ട് ബന്ധപ്പെട്ട് അത്രത്തോളം അഴിമതി ഉണ്ടായിരുന്നില്ല എന്ന് കുമ്പസരിക്കുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്തു? രാജ്യത്തിൻ്റെ ഭരണകൂടം മാറി എന്ന് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ ചിത്രം ആകെ അങ്ങ് മാറി. 1947 മുതൽ ഉണ്ടായിരുന്ന ഇന്ത്യ 2014 പൂർണ്ണമായും അതിൻ്റെ രാഷ്ട്രീയത്തിലും സ്വഭാവത്തിലും അതിൻ്റെ സാമൂഹ്യ വീക്ഷണത്തിലും അതിൻ്റെ രാഷ്ട്രസങ്കല്പത്തിലും എല്ലാം മാറ്റം വന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് നമ്മൾ തന്നെ ആശങ്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ മാറ്റിയതിൽ നവമാധ്യമങ്ങളുടെ പങ്ക് വലുതാണ്. അതെല്ലാ കാലത്തും, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും അത് ഫലപ്രദമായി ഉപയോഗിച്ചത് ഇന്ത്യയിലെ നവഫാസിസ്റ്റുകളായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികളായിരുന്നു. ടെലിവിഷൻ്റെ വരവ് അറിയാവുന്ന കാര്യമാണ്, നമുക്കെല്ലാവർക്കും അത് ധാരണയുണ്ടാവും. ടെലിവിഷൻ ഇന്ത്യയിൽ സത്യത്തിൽ വരുന്നത്, വ്യാപകമാകുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, 80കളിലാണ്. 80കളിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ തിരിച്ചു വന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ കൊണ്ടുവന്നു. അത് കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ വീട്ടകങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ കളർ ടെലിവിഷൻ വരുന്നത്. ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള നികുതി ഇളവ് നൽകി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കളർ ടെലിവിഷൻ കൊണ്ടുവരികയും ഇന്ത്യയിൽ ദൂരദർശൻ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന ഘട്ടം എന്ന് പറയുന്നത് 80കളാണ്. പക്ഷേ ആ ഒരു ടെക്നോളജിയിൽ, അല്ലെങ്കിൽ വാർത്താ മാധ്യമ മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റം ആരാണ് ഏറ്റവും ഗംഭീരമായി യൂട്ടിലൈസ് ചെയ്തത്? ഇന്ത്യയുടെ നവഫാസിസ്റ്റുകളാണ്. രാമായണം മഹാഭാരതം എന്ന 2 സീരിയലുകൾ ദൂരദർശനിലൂടെ ഇന്ത്യയുടെ എല്ലാ വീട്ടകങ്ങളിലേക്കും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ച എന്ന രാഷ്ട്രീയ ഉദ്ദേശം കൂടി ഉണ്ടായിരുന്ന നമ്മുടെ വാർത്താവിനിമയ മേഖലയിലുണ്ടായി ഈ വലിയ വിപ്ലവത്തെ ഏറ്റവും ഫലപ്രദമായൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് മാറ്റാൻ ഇന്ത്യയിലെ സംഘപരിവാറിന് കഴിഞ്ഞു. അന്ന് ഞാനത് വായിച്ചു ഓർക്കുന്നുണ്ട്, അജിത് പാഞ്ചി ആയിരുന്നു അന്ന് വാർത്താവിനിമയ മന്ത്രി, കേന്ദ്രമന്ത്രി. അപ്പോൾ അന്ന് ക്യാബിനറ്റിൽ ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ദൂരദർശനിലൂടെ ഒരു മതത്തിൻ്റെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും മാത്രം എങ്ങനെ പ്രചരിപ്പിക്കും അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ള ചർച്ച വന്നു. ഒരുപാട് പേർ അതിനെ എതിർത്തു. പക്ഷെ അദ്ദേഹം ഒരു ബംഗാളിയായിരുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം അതിശക്തമായി രാമായണവും മഹാഭാരതവും സംപ്രേഷണം ചെയ്യാം എന്ന നിലപാടെടുത്തു. 1987 മുതൽ ഏതാണ്ട് 1.5 വർഷം ദൂരദർശനിൽ ഈ രാമായണവും മഹാഭാരതവും സംപ്രേഷണം ചെയ്തു. അതുവരെ, അതായത് 1920കൾ മുതൽ അയോധ്യ രാമക്ഷേത്രമാണെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ സംഘപരിവാരം അവരുടെ സകല മാധ്യമങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞിട്ടും അത് ഏശിയിരുന്നില്ല. പക്ഷേ ഇത് നേരെ ഓരോ വീട്ടകങ്ങളിലേക്കും 80കൾ അവസാനമൊക്കെ ആകുമ്പോഴേക്ക് ഒരുപാട് വീടുകളിലേക്ക് ടെലിവിഷൻ വന്നു, വീടകങ്ങളിലേക്കും എത്തിക്കാൻ അവർക്ക് സാധിച്ചു. അതിൻ്റെ ഫലം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു ഘടകം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് ഉണ്ടായിരുന്ന BJP രാമായണ മഹാഭാരത സീരിയൽ എല്ലാം കൂടി കഴിയുമ്പോഴും 89ലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 84 സീറ്റിലേക്ക് കുതിച്ചു കയറി. എന്ന് മാത്രമല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അദ്വാനിയുടെ രഥയാത്രയിലെ ആ രഥം അലങ്കരിച്ചിരുന്നത് രാമായണം സീരിയലിലെ രാമനെയും സീതയുടെയും രൂപങ്ങൾ വെച്ചായിരുന്നു ആ രഥം ഉത്തരേന്ത്യയിൽ ഓടിയത്. എന്ന് മാത്രമല്ല, ആ 2 സീരിയലുകളിലായിട്ട് അഭിനയിച്ച പ്രധാനപ്പെട്ട നടീനടന്മാർ മുഴുവൻ BJPയുടെ പാർലമെന്റ് അംഗങ്ങളായി. രാവണനായി അഭിനയിച്ച നിതീഷ് ഭരദ്വാജ് പാർലമെന്റ് അംഗമായി.
സീതയായിട്ട് വേഷം കിട്ടിയ ദീപിക ചിക്കാലിയ ലോക്സഭാംഗമായി. പിന്നെ ഈ ഹനുമാനായിട്ട് വേഷം കിട്ടിയ ധാരാ സിംഗ് ലോക്സഭാംഗമായി. ഈ സീരിയലുകൾ സംപ്രേഷണം ചെയ്ത രാമാനന്ദ മഹാസാഗർ രാജ്യസഭാംഗമായി. പക്ഷേ രാമൻ തോറ്റുപോയി. അരുൺ ഗാവിലി എന്ന ഹിന്ദി നടനായിരുന്നു രാമനായിട്ട് വേഷം കിട്ടിയത്. അദ്ദേഹം 91 തോറ്റു, 96 വീണ്ടും ലോക്സഭാംഗമായി. എങ്ങനെയാണ് ഒരു മാധ്യമ മേഖലയിലുണ്ടായ ഒരു വിപ്ലവത്തെ ഫലപ്രദമായൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ്ങിന് ഉപയോഗപ്പെടുത്തിയെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമായിരുന്നു. ഇത് തന്നെയാണ് 2014 സംഭവിച്ചത്. 2014 വരുമ്പോഴേക്ക് സോഷ്യൽ മീഡിയ രാജ്യത്ത് വളരെ ശക്തിപ്പെട്ടിരുന്നു. BJP അതിൻ്റെ ഏർലി അഡ്വാൻറ്റേജ് എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു അമിത്ഷായേക്കാൾ ഒരുപക്ഷെ BJPയുടെ അധികാരാരോഹണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് IT സെൽ മേധാവിയായിരുന്ന മാളവി, അദ്ദേഹത്തിൻ്റെ പേരെന്താ, അമിത് മാളവിയാണ്. ഒരു സംശയവും വേണ്ട. കാര്യം കൃത്യമായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ രാജ്യത്ത് മുഴുവൻ മേഖലകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തു. നവമാധ്യമങ്ങളെ പിന്നെ ഫലപ്രദമായി ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ പിന്നെ എന്ത് ചെയ്തു, എല്ലാ ആളുകളിലേക്കും എത്തുകയാണല്ലോ. പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനിലേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധിക്ക് അപ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ ഫലപ്രദമായി കോൺഗ്രസ് അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ BJP അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അതേക്കുറിച്ച് മനോഹരമായി പറയുന്നൊരു പുസ്തകമുണ്ട്, സ്വാതി ചതുർവേദിയുടെ ആം എ ട്രോൾ എന്നൊരു ചെറിയ ബുക്കുണ്ട്. ആം എ ട്രോൾ എന്നാണ് ബുക്കിൻ്റെ പേര്. ആ ബുക്കിൽ പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന, അന്നത്തെയും ഇന്നത്തെയും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാവിനെ, പ്രതിപക്ഷ നേതാവിനെ, അന്ന് പ്രതിപക്ഷ നേതാവായിട്ടില്ല, പ്രതിപക്ഷത്ത് ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന ഒരു നേതാവിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പപ്പു എന്ന ഒരു ഇമേജിലേക്ക് ഇവർ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി എത്രത്തോളം അവർ പണിയെടുത്തു എന്നുള്ളതാണ്. നിരന്തരം ഈ ഒരു ഇമേജറി ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പയിൻ, ഫലപ്രദമായ ക്യാമ്പയിൻ, അതായത് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് 2014 വ്യാജ വാർത്തകൾ, നിരന്തരം വ്യാജ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുക. നിരന്തരം വ്യാജ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ കേൾക്കുന്ന ആളുകൾ അത് സത്യമല്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ പോലും സത്യമല്ലേ എന്ന് കരുതി പോകും അല്ലെ. ഒരു നുണ 100 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്ന് നമ്മൾ പറയാറില്ലേ. ഇത് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് നമ്മുടെ UPയിൽ സമാജ്വാദി പാർട്ടിയിൽ ഒരു അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കം ഉണ്ടാകുന്നു. അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവും തമ്മിൽ ചെറിയൊരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നുണ്ട്. അതേ തുടർന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ BJP പ്രവർത്തകരുടെ യോഗത്തിൽ സംസാരിച്ച ഒരു പ്രസംഗം നമ്മൾ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വായിച്ചു. അമിത്ഷാ പറഞ്ഞത്, നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ നിങ്ങൾ UPയിൽ നടത്തിയതുപോലെ ഇവിടെ നടത്തിയതുപോലെ നടത്തണം. അതിന് അദ്ദേഹം ഉദാഹരണം പറയുകയാണ്, മുലായം സിംഗ് യാദവിനെ മകൻ അഖിലേഷ് യാദവ് കരണത്തടിച്ചു എന്നുള്ളൊരു വാർത്ത ഡൽഹി മുഴുവൻ പരന്നു, രാജ്യം മുഴുവൻ പരന്നു. നമ്മളെ ന്യൂസ് ഫീഡിലൊക്കെ അത് വന്നു. അന്ന് സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും പ്രഗത്ഭനായ മറ്റൊരു നേതാവായിരുന്ന ഗോപാൽ യാദവ് അമിത്ഷായോട് ചോദിച്ചത്രേ, ശരിക്കും അടിച്ചോ എന്ന്, ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്താണ് എന്ന്. അതായത് ഈ ഗോപാൽ യാദവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവാണ്, ഇവരുടെ അമ്മാവരങ്ങാണ്ടാണ് ഈ അഖിലേഷ് യാദവിൻ്റെ. സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾ പോലും ആ കുടുംബത്തിൽ നടന്നു എന്ന് പറയുന്ന നടക്കാത്തൊരു കാര്യത്തെ നടന്നു എന്ന് വിശ്വസിപ്പിക്കാൻ പാകത്തിലുള്ള സോഷ്യൽ മീഡിയ സംവിധാനം നമുക്കുണ്ട്. അതുപോലെ പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ വളരെ ഫലപ്രദമായി നുണകൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പോൾ മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ മിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യങ്ങൾ, ഇങ്ങനെ തെറ്റായ വിവരങ്ങളാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന തെറ്റായ വിവരങ്ങൾ. പക്ഷേ ഡിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പ്രത്യേക അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ള തെറ്റായ വിവരങ്ങൾ. നിങ്ങൾ ആലോചിച്ചു, ഇപ്പോൾ കേരളത്തിൽ വരുന്നതോ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം പിന്നെ വഖഫ് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ. ഇന്ത്യൻ റെയിൽവേ, പ്രതിരോധ മന്ത്രാലയം, ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫ് ബോർഡിനാണെന്ന പ്രചാരണം. അത് ഒരുവിധം ആളുകളൊക്കെ വിശ്വസിക്കുകയാണ്. നിരന്തരമായി കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. പിന്നെ സോഷ്യൽ മീഡിയ അൽഗരിതം. ഇപ്പോൾ നവമാധ്യമങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറച്ചുകൂടി വിശാലപ്പെടുത്തും, മാധ്യമങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും എന്ന് പറയും. പക്ഷേ ഈ ഗസാവാർ നടന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഗസാവാർ നടന്നപ്പോൾ എന്താ കണ്ടത്? ഇസ്രായേലിൻ്റെ IDFൻ്റെ കണ്ടന്റുകൾ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ കണ്ടന്റുകളാണ് സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്തത്. ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ തന്നെ ലോകത്ത്. അത് അൽ ജസീറ എന്നൊരു മാധ്യമ സ്ഥാപനം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്ന വിവരം പോലും നമ്മൾ അറിയുമായിരുന്നില്ല സത്യത്തിൽ. പിന്നെ ഒറ്റപ്പെട്ട ചില കൗണ്ടർ ഈ പ്രൊപ്പഗൻഡ ടീമുകളും അല്ലേ.
വാട്സപ്പൊക്കെ ശരിക്കും അത് കണ്ടന്റുകൾ ശരിക്കും നമുക്ക് കിട്ടുന്ന കണ്ടന്റ്, നമുക്ക് വരുന്ന കണ്ടന്റൊക്കെ തന്നെ AI റെഗുലേറ്റഡ് കണ്ടന്റുകളാണ്. നമ്മൾ വിചാരിക്കേണ്ട സ്വാഭാവികമായിട്ടും വരുന്ന കണ്ടന്റുകളാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ മറ്റൊരു അപകടം ഒരു എക്കോ ചേമ്പറിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അംഗമാകുന്നു, അവിടെ നമുക്ക് സമാനമായ, നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ഫീഡുകൾ മാത്രം നമുക്ക് വരുന്നു. നമുക്കൊരു ബഹുസ്വരത അല്ലെങ്കിൽ എന്താണ് ഒരു സാധാരണ നമ്മൾ പറയുന്നത് എന്താ, ഭിന്ന ശബ്ദങ്ങൾ, അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരം ഇല്ലാതാവുന്നു. കാരണം നമ്മുടെ ഫീഡിൽ സ്വാഭാവികമായിട്ട് വരിക എന്താണ്, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ഞാനിപ്പോൾ ഒരു സംഘടനാ പ്രവർത്തനം, SKSF പ്രവർത്തനം കാണിച്ചാൽ എൻ്റെ സോഷ്യൽ മീഡിയ ഫീഡിൽ ഏറ്റവും കൂടുതൽ ഫീഡ് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. എൻ്റെ രാഷ്ട്രീയവും എൻ്റെ എൻ്റെ ധാരണയും രൂപപ്പെടുത്തുന്നത് ആ കണ്ടന്റിൽ നിന്ന് മാത്രമായിരിക്കും. ഫലത്തിൽ എൻ്റെ ലോകം എന്താവുകയാണ്, അതിൽ മാത്രം ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ഇതെല്ലാ സൊസൈറ്റിയിലും ഇതാണ് സംഭവിക്കുന്നത്. അതും ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ഗംഭീരമായിട്ട് മുതലെടുക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റുകളാണ്. കാരണം അവരുണ്ടാക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ അവരാഡ് ചെയ്യുന്ന ആളുകളുണ്ട്, അവരിലേക്ക് ഇത് മാത്രം ചെല്ലുകയും അങ്ങനെ വലിയ തോതിലുള്ള പരമത വിദ്വേഷം അല്ലെങ്കിൽ ഒരു വിഭജന വിദ്വേഷ കണ്ടന്റുകൾ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം, സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ മേഖലയാണെന്ന് നമ്മൾ പറയുമ്പം, നവമാധ്യമങ്ങളാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട മാധ്യമ പ്രവർത്തനമെന്ന് നമ്മൾ പറയുമ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകൾ, അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറയുന്ന നവമാധ്യമങ്ങളിലാണ്. നിങ്ങൾക്ക് ടെലിവിഷനിലൊക്കെ വരാം, അബദ്ധങ്ങളിലൂടെ വരാം, വളരെ അപൂർവമായി അത്തരം ക്യാമ്പയിനും വരാം. പ്രിന്റ് മീഡിയ ഇപ്പോഴും വിശ്വാസത പ്രിന്റ് മീഡിയക്ക് തന്നെയാണ്. നമ്മൾ മാധ്യമങ്ങളെല്ലാം കളവാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ മുഴുവൻ പത്രങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് എത്ര വ്യാജ വാർത്ത കാണിച്ചു തരാൻ പറ്റും? അധികമൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട കാര്യമല്ല. ഇന്നത്തെ സുപ്രഭാതമോ മനോരമയോ മാതൃഭൂമിയോ മാധ്യമമോ നിങ്ങൾ എടുക്കൂ, അതിൽ അടിസ്ഥാനരഹിതമായ എത്ര വാർത്തകൾ എണ്ണി കാണിക്കാൻ പറ്റും? വീക്ഷണങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ ആ വാർത്തകളിൽ, സംഭവങ്ങളിൽ അധികം മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ നവമാധ്യമങ്ങളിൽ നിങ്ങൾ നോക്കൂ, ഇന്ന് വന്ന വാർത്തകൾ അല്ലേ, മരിക്കാത്തവർ മരിക്കും അല്ലേ, വിവാഹമോചിതരാവാത്തവർ അങ്ങനെയാവും, പിന്നെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരുപാട് കണ്ടന്റുകൾ വരും, നിരന്തരമായി വരുന്നു, അത് കൂടുതലായി വരുന്നു. അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ നവമാധ്യമങ്ങളെ കൊണ്ടുണ്ടാകേണ്ട ഗുണം എന്ന് പറയുന്നത് ഇല്ലാതിരിക്കുകയും നേരെ തിരിച്ച് സാമൂഹ്യ നമ്മുടെ ഭദ്രതയ്ക്ക് കോട്ടം തട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന അല്ലേ റിഗ്രസീവായിട്ടുള്ള കണ്ടന്റുകൾ നിരന്തരം ഈ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം. പിന്നെ ഇതെങ്ങനെ നമ്മുടെ സോഷ്യൽ ലൈഫിനെ, നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫിനെ ബാധിക്കുമെന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞു അവസാനിപ്പിക്കാം. EPയുടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു സംശയവുമില്ല, നമ്മുടെ രാജ്യം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നവമാധ്യമങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ രാജ്യം തന്നെയാണ്. 2014 മുമ്പുള്ളൊരവസ്ഥയിലാണോ നമ്മുടെ രാജ്യം എന്നുള്ളത്? 2014 മുമ്പ് കഴിച്ചിരുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാ സ്ഥലത്തും ഇന്ന്? 2014 മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രം എല്ലായിടത്തും നമുക്ക് ധരിക്കാൻ പറ്റുമോ? 2014 മുമ്പുള്ള പാർലമെൻറ്റാണോ ഇന്നത്തെ പാർലമെൻറ്റ്? അന്ന് നടന്ന ഏതെങ്കിലും ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ടോ? ഏതൊക്കെ രീതിയിൽ രാജ്യത്ത് അരക്ഷിതാവസ്ഥ, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാനിപ്പോൾ ന്യൂസ് ഫീഡിൽ വായിച്ചത് ശരിയാണെന്ന് അറിയില്ല, വിരാട് കോഹ്ലിയും ഭാര്യയും ലണ്ടനിലേക്ക് താമസം മാറുന്നു, സ്ഥിരതാമസാക്കാൻ പോകുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 21 ലക്ഷം ആളുകൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു. 21 lakh, 21 ലക്ഷം ആളുകൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ലോകത്തിലുള്ള മറ്റ് പല രാജ്യങ്ങളിലേക്കും കുടിയേറി. ആളുകൾ സ്ഥിരതാമസത്തിന് പോയി. അപ്പോൾ ഈ രാജ്യം അപകടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ ആളുകൾക്കുണ്ടാവുന്നു. നമ്മുടെ ഭരണഘടന അപകടപ്പെടുന്നു എന്നുള്ള തോന്നലുണ്ടാവുന്നു. ഭരണഘടനാ ശില്പികളെ തന്നെ തള്ളിപ്പറയുന്നു അല്ലേ, ഇതിലും ഭേദം നിങ്ങൾക്ക് നാമം ജപിക്കുകയാണെന്ന് പറയുന്നു. അതായത് എന്താണോ ഇന്ത്യ എന്നുള്ള ആശയം, ആ ആശയം തന്നെ മാറ്റി വരയ്ക്കപ്പെടുന്നു എന്ന് നമുക്ക് ഓരോ ദിനം കഴിയുമ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ കാരണമായത്, ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ നവമാധ്യമങ്ങൾ തന്നെയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥ. അമേരിക്കയിൽ എഗെയിൻ ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നു അല്ലേ. അമേരിക്ക പോലത്തെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ അവസ്ഥ അതാണെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ചെയ്യാവുന്ന കാര്യം, നമുക്കെന്ത് ചെയ്യാം?
പലതുള്ളി പെരുവെള്ളം എന്നതുപോലെ നവമാധ്യമങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അവിടെ ആർക്കും എന്തും വന്ന് വിളിച്ചു പറയാം. ഒരു ഗേറ്റ് കീപ്പിംഗ് സംവിധാനമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ എഡിറ്റർമാരില്ല. ആരും ആരോടും ചോദിക്കാനില്ല. അവനവൻ്റെ തോന്നലുകൾ മുഴുവൻ രാഷ്ട്രീയ ശരികളായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതിനൊക്കെ പിന്നാലെ ആളുകൾ കൂടുകയാണ്. പിന്നെ ഷോർട്ട് മെമ്മറി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? പണ്ടൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ, ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ കണ്ടിട്ടുണ്ട്. 5 ദിവസത്തെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പര്യടനമൊക്കെ. പിന്നെ വൺ ഡേ കാണലായി. ഇപ്പോൾ ആരെങ്കിലും വൺ ഡേ കാണാതിരിക്കുന്നുണ്ടോ? 2020 ആയി. ഇനി അതും കുറഞ്ഞ് വരാൻ പോവുകയാണ്. അതുപോലെ നേരത്തെ അരമണിക്കൂർ കണ്ടിരുന്ന 3 മണിക്കൂർ കണ്ടിരുന്ന സിനിമ 1 മണിക്കൂറാവുന്നു. ഇപ്പം ഷോർട്സിലേക്ക് വരുന്നു, 30 സെക്കൻഡ്, അല്ലേ? ഈ ഷോർട്ട് മെമ്മറിയും ഈ നവമാധ്യമങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. എല്ലാം മറന്നു പോവുകയാണ് ആളുകളോട്. പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നു. ഒരു ഭരണകൂടം എന്ത് ചെയ്താലും അവസാനത്തെ ഒരു വർഷം 5 കിലോ അരി സൗജന്യമായി കിട്ടിയാൽ ഭരണം ഗംഭീരമാണെന്നുള്ള തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുകയാണ് എല്ലായിടത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫ്രീബീസ് എല്ലാ സ്റ്റേറ്റിലും എല്ലാ പാർട്ടികളും നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കും ഇലക്ഷൻ കാലത്തെത്തുമ്പോൾ. അതായത് വലിയ ഓർമ്മകൾ, വലിയ വായനകൾ, വലിയ ചിന്തകളൊന്നും നിൽക്കുന്നില്ല. നമ്മളങ്ങനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയുടെ ഉപഭോക്താക്കളായി നമ്മളെ മാറ്റിയിരിക്കുന്നു. എന്തിനാണ് പുസ്തകം വായിക്കുന്നത് എന്ന് വായനയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും ചോദിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വായിച്ചാൽ പോരാ, പുസ്തകത്തിൽ തന്നെ വായിക്കണം. സോഷ്യൽ മീഡിയയിൽ ജവഹർലാൽ നെഹ്റു എന്ന് നിങ്ങൾ ഇന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗൂഗിൾ ആദ്യം നിങ്ങൾക്ക് തരുന്നത് നെഹ്റുവും മെഡ്ഡിന മൗണ്ട് ബാറ്റനും തമ്മിലിരിക്കുന്ന പടവും, അല്ലെങ്കിൽ നെഹ്റു പുകവലിക്കുന്ന പടവും, നെഹ്റുവിനെ കുറിച്ചുള്ള നെഗറ്റീവ് കണ്ടന്റുകളും ആയിരിക്കും. അത് അങ്ങനെ അൽഗോരിതം സെറ്റ് ചെയ്യുന്നതാണ്. അതേ സ്ഥാനത്ത് ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ പേജ് നിങ്ങൾക്ക് പറിച്ചു കളയാൻ പറ്റില്ല. ആ പുസ്തകമായി തന്നെ അവിടെ ഉണ്ടാവും. അത് നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇത്തരം ചരിത്രത്തെ മാറ്റാനും മറിക്കാനും തിരുത്താനും ഉള്ളൊരു ശ്രമം നടക്കുന്ന കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നവമാധ്യമങ്ങൾ നമുക്കൊരു വരമായിരുന്നു, അല്ലെങ്കിൽ അത് ഗുണമായിരുന്നു എന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ സാമൂഹ്യദ്രോഹത്തിനുള്ള വേദികളായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്ന് വെച്ച് അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. കാര്യം അതൊരു സമാന്തര ലോകമാണ്. നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന, നമ്മുടെ ഈ റിയൽ വേൾഡിനെ നിയന്ത്രിക്കാനും നിശ്ചയിക്കാനും പറ്റുന്ന ഒരു ശക്തി അതിനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഏറ്റവും ഫലപ്രദമായി ഇടപെടുക എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ചെയ്യാനുള്ളത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.